ഹായ് ഹലോ നമസ്കാരം. ഷാനുവാണ് സംസാരിക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്നതും മുമ്പിലേക്ക് തള്ളി നിൽക്കുന്നതും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ആഗ്രഹങ്ങളെ ഫാസ്റ്റാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു പ്രക്രിയ, ഒരു സിഗ്നൽ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതിയിൽ പ്രധാനപ്പെട്ട 4 സിഗ്നൽസുകളുണ്ട്. പ്രകൃതി നിങ്ങൾക്ക് 4 സൈൻസ് എപ്പോഴും കാണിച്ചുകൊണ്ടേയിരിക്കും. ആഗ്രഹങ്ങൾ സാധിക്കുക, മാനിഫെസ്റ്റേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഐ ബിലീവ് മാനിഫെസ്റ്റേഷൻ എനിക്ക് വർക്ക് ചെയ്യാറുണ്ട്. കാരണം നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ ലോകം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് സംഭവിച്ചിരിക്കും, അത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. എൻ്റെ ഹോൾ ലൈഫിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടോ, ഒരു സമയത്ത് അല്ലെങ്കിൽ വേറൊരു സമയങ്ങളിൽ എൻ്റെ മൈൻഡിലൂടെ പോയ തോട്ട്സിൻ്റെ ഒരു ആകത്തുകയാണ് എൻ്റെ ലൈഫിൻ്റെ ഇപ്പം നടക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോയ പല കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ലൈഫ് എൻ്റെ ചിന്തകളിലൂടെയാണ് ബിൽഡപ്പ് ആവുന്നത് എന്നുള്ളത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാവും. ഒരു 10-15 കൊല്ലം മുമ്പ് നമ്മളോടൊരാൾ പറയുകയാണ്, അല്ലെങ്കിൽ എന്നോടൊരാൾ പറയുകയാണ്, ഷാനു, ഡൽഹിയിലിരുന്നു കൊണ്ട് ഒരാൾക്ക് കേരളത്തിലേക്ക് ബാങ്കിൽ പോകാതെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 കൊല്ലം മുമ്പ് നമുക്ക് വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? പക്ഷേ ഇന്നത് പോസിബിളാണ്. ഒരു 60-80 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ നമ്മളോട് പറയുകയാണ്, ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് കേരളത്തിലേക്ക് 3 മണിക്കൂർ കൊണ്ട് പറന്ന് കേരളത്തിലെത്താം എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? പക്ഷേ ഇന്നത് പോസിബിളാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ആരോ ഒരാളുടെ ചിന്തയായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഏതൊരു കാര്യവും, ഈ ക്യാമറ ആയിക്കോട്ടെ, ഈ വീഡിയോ ആയിക്കോട്ടെ, ഈ ലൈറ്റ് ബാക്കപ്പ്, ഈവൻ ഈ മൈക്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടും. ഇന്ന് പ്രാവർത്തികമായി റിയൽ ലൈഫിൽ നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ആരോ ഒരാളുടെ ചിന്തയായിരുന്നു. നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾ ഊർജം പകർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്ത എന്താണോ അത് സാധീകരിച്ചിരിക്കും. യുവർ തോട്ട് ഈസ് യുവർ വേൾഡ്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷനെ, നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പുസ്തകങ്ങളും നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതേ സമയത്ത് പ്രകൃതി നമുക്ക് തരുന്ന കുറച്ച് സിഗ്നൽസ് ഉണ്ട്. നമ്മൾ കറക്റ്റ് പാതയിലൂടെയാണ്, നമ്മളുടെ പ്രവർത്തികൾ കറക്റ്റാണ്, നമ്മളിലേക്ക് അത് വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മളിലേക്ക് കാണിച്ചു തരുന്ന 4 പ്രധാനപ്പെട്ട സിഗ്നൽസ്. അതിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ചുറ്റും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, നിങ്ങളുടെ കരിയറിലായിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഫിനാൻഷ്യലായിക്കോട്ടെ, എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും ഡീപ്പ് ഇൻസൈഡ് യു, അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിങ്ങൾ വളരെ റിലാക്സായിട്ട്, വളരെ കാമായിട്ട്, വളരെ സ്വസ്ഥതയോടുകൂടി ഉള്ളൊരു മനസ്സിനുടമയായിരിക്കും. അതായത് പ്രകൃതി നിങ്ങൾക്ക് തരുന്ന ആദ്യത്തെ സിഗ്നൽ, എന്തെല്ലാം പ്രശ്നമുണ്ടായാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഭയങ്കര റിലാക്സ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് തീരെ പരിചയമില്ലാത്ത ആളുകൾ പോലും നമ്മളുടെ അടുത്ത് വന്ന് വളരെ കാലങ്ങളായിട്ട് പരിചയമുള്ള ആളുകളോട് സംസാരിക്കുന്ന പോലെ അത്രയും ഓപ്പണപ്പായിട്ട്, അത്രയും റിലാക്സ് ആയിട്ട്, അത്രയും കൂളായിട്ട് നമ്മളോട് ഇടപെടാൻ സാധിക്കാറുണ്ട് പല ആളുകൾക്കും. അതായത് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആളുകൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അത്രയും ഇൻറ്റിമസിയോടുകൂടി നമ്മളോട് പല കാര്യങ്ങളും അവർ ഓപ്പണപ്പ് വരെ ചെയ്തു പോകാറുണ്ട്. ബിക്കോസ് വി ആർ ഇൻ അലൈൻ വിത്ത് ദ നേച്ചർ. അതുകൊണ്ടാണ് അങ്ങനെ ഒരാൾക്ക് നമ്മളോട് പെരുമാറാൻ സാധിക്കുന്നത്. ഈ മൂന്നാമത്തെ പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് സ്വന്തമായി എന്നറിയുമ്പോൾ, അവർക്ക് സ്വന്തമായാൽ പോലും അവർക്ക് വേണ്ടിയിട്ട് നമുക്കുള്ളിലൊരു സന്തോഷമുണ്ട്. അതായത് നമുക്ക് അറിയുന്നവരുടെയോ നമുക്കറിയാത്തവരുടെയോ ആരുടെയെങ്കിലും വിജയങ്ങൾ കേൾക്കുമ്പോൾ പോലും ഉള്ളിൽ നമ്മളും അവർക്ക് വേണ്ടിയിട്ട് സന്തോഷിക്കാറുണ്ട്. അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കാളികളാവാറുണ്ട്. മറിച്ച് മറ്റുള്ളവരുടെ വിജയങ്ങളിൽ മനസ്സ് അസ്വസ്ഥമാകുകയും ചിന്തകളും വാക്കുകളും നെഗറ്റീവ് ആകുകയും ഒരു നെഗറ്റീവ് വൈബ്രേഷനാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ മാനിഫെസ്റ്റേഷൻ നമുക്ക് ഡിലേ ആകും. പ്രകൃതി നമുക്ക് എപ്പോഴും കാണിച്ചു തരുന്നത് മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ പോലും, മറ്റുള്ളവരുടെ വിജയങ്ങളിൽ പോലും അവരോടൊപ്പം അവർ സന്തോഷിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഹൃദയം കൊണ്ട് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ആർ ഓൺ ദ റൈറ്റ് പാത്ത്. നാലാമത്തെ കാര്യം,
പല പെറ്റ്സ്, അതായത് എസ്പെഷ്യലി ഞാൻ പറയുന്നത് പൂച്ചയുടെ കാര്യമാണ്. ഈ പൂച്ചയൊക്കെ നമ്മുടെ അടുത്ത് വന്നിരുന്ന് വളരെ റിലാക്സ് ആയിട്ട് നമ്മുടെ അടുത്ത് ഉറങ്ങുകയും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് അധികം ബഹളമൊന്നും വെക്കാതെ, അല്ലെങ്കിൽ അധികം പ്രശ്നക്കാരൊന്നും ആകാത്ത രീതിയിൽ പൂച്ചകൾ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പൂച്ചേൻ്റെ കാര്യം അറിയാമല്ലോ, പൂച്ചയൊന്നും എവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കത്തില്ല. പക്ഷേ നമ്മൾ ഒരു റൈറ്റ് പാതയിലാണെങ്കിൽ പ്രകൃതി നമുക്ക് തരുന്ന സൈനാണ് ഈ പെറ്റ്സ് നമ്മുടെ അടുത്ത് ഭയങ്കര കംഫർട്ടബിളായിട്ട് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യും. ഈ സയൻസ് നിങ്ങളുടെ ലൈഫിലും ഉണ്ടെങ്കിൽ, ബിലീവ് മീ മൈ ഡിയേഴ്സ്, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളിലേക്ക് അധികം താമസിയാതെ തന്നെ വന്നു ചേരും. സോ ബി ഹാപ്പി റൈറ്റ് നൗ, ദ തിങ് ഈസ് കമ്മിങ് ഓൺ യുവർ വേ.